ലൈവ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ മണിക്കൂറിലെത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുടെ തത്സമയ റിപ്പോർട്ടുകളാണ് ലൈവ് ന്യൂസ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ആദ്യം പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് തന്നെയാണ്. ഗ്യാനേഷ് കുമാറും സുഖ്ബീർ സിംഗ് സന്ധുവും പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന നിയമന സമിതി യോഗമാണ് തെരഞ്ഞെടുപ്പ് നടത്തിയത്. നിയമന വാർത്ത പുറത്തുവിട്ടത് നിയമന സമിതിയിൽ അംഗമായ കോൺഗ്രസ് നേതാവ് അധിർ രഞ്ജൻ ചൗധരി. നിയമനത്തിൽ വിയോജിപ്പുണ്ടായിരുന്നുവെന്ന് അധിർ രഞ്ജൻ ചൗധരി പറഞ്ഞു. दिक्कत निपटने के लिए आज हमें जरूरी था कि 2 इलेक्शन कमिश्नर के चयन हुआ। हाँ, बलविंदर संधू है और एक केरल के मिस्टर गणेश। ये तो होना ही था, जो होना ही था हो रहे हैं। और मैं यूं कि मेरे पास कोई तो ज़्यादा जानकारी नहीं है, अचानक ये सारी जानकारी आप लोग अभी अभी दे रहे हैं। मीटिंग शुरू होने की 10 मिनट पहले मैं उतने महाज्ञानी तो नहीं है कि सारे इनको आता पता ढूंढ ले, सारे इनकी बायोडाटा को तलाश करके इनको इंटीग्रिटी क्या है, इनकी तजुर्बा क्या है, इनकी सक्षमता क्या है, इसको भापना मेरे लिए असंभव होती है. രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. ആർക്കെ, ഇപ്പോൾ അധിർ രഞ്ജൻ ചൗധരി പറഞ്ഞത് 10 മിനിറ്റ് മുൻപ് മാത്രമാണ് ഈ പേരുകൾ അറിയാൻ കഴിഞ്ഞത്. വിയോജിപ്പുണ്ടായിരുന്നു. അത് കേന്ദ്രം തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള നിയമനങ്ങളിൽ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ കേന്ദ്രം അവർക്ക് അനുകൂലമായ രീതിയിൽ ഇത്തരം കാര്യങ്ങളിലേക്ക് നീങ്ങുമെന്നുള്ളത് തന്നെയാണ് പ്രതിപക്ഷത്തിൻ്റെ വിയോജിപ്പിന് കാരണമാകുന്നത്. കേരള കേഡർ IAS ഉദ്യോഗസ്ഥനാണ് അതിലൊരാൾ എന്നുള്ളത് നമുക്ക് കേരളത്തിലുള്ളവർക്ക് അദ്ദേഹത്തെ കൂടുതൽ അറിയാം. ഗ്യാനേഷ് കുമാറിനെ എറണാകുളം ജില്ലാ കളക്ടറായി അദ്ദേഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു കാര്യശേഷിയും ഒക്കെ തന്നെ കേരളത്തിലുള്ളവർക്ക് അറിയാവുന്നതാണ്. പക്ഷേ ഇത്തരം വിയോജിപ്പുകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. സ്മിത, ഇതിൽ നാളെ കോടതി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കേസ് പരിഗണിക്കുന്നുണ്ട്. കാരണം ഈ സമിതിയിൽ നിന്ന് ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിയ നിയമ ഭേദഗതി ഡിസംബറിൽ വന്നിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ ഈ കേസ് നാളെ സുപ്രീം കോടതി പരിഗണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വേഗത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമനത്തിനായിട്ടുള്ള സമിതി ചേർന്നത്. ഈ സമിതിയുടെ പ്രവർത്തനം ഇങ്ങനെയാണ്. ഒരു സെർച്ച് കമ്മിറ്റി ഉണ്ടായിരുന്നു. ഈ സെർച്ച് കമ്മിറ്റി നിയമമന്ത്രിയുടെ നേതൃത്വത്തിലാണ് പ്രവർത്തിച്ചത്. ആ സമിതിയാണ് ഏതാണ്ട് 200-ൽ-അധികം ആളുകളുടെ ഒരു പട്ടിക തയ്യാറാക്കിയത്. ആ പട്ടികയിൽ നിന്നാണ് ഇപ്പോൾ ഈ സമിതി 2 പേരുകളിലേക്ക് എത്തിയിരിക്കുന്നത്. ഗ്യാനേഷ് കുമാറിൻ്റെയും സന്ധുവിൻ്റെയും പേരിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഗ്യാനേഷ് കുമാർ തീർച്ചയായിട്ടും കേരള കേഡർ ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം മലയാളി അല്ലെങ്കിലും കേരള കേഡർ ഉദ്യോഗസ്ഥൻ എന്ന രീതിയിൽ കേരളത്തിൽ സുപരിചിതനായിട്ടുള്ള ഒരു വ്യക്തി ആണ് അദ്ദേഹം. അദ്ദേഹം പഞ്ചാബ് കേഡർ ഉദ്യോഗസ്ഥനാണ്. 2 പേരെയും തെരഞ്ഞെടുത്തിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഔദ്യോഗിക പ്രഖ്യാപനം വരേണ്ടതുണ്ട്. ഈ ചുരുക്കപ്പട്ടിക സംബന്ധിച്ചിട്ടുള്ള കാര്യം ഔദ്യോഗികമായിട്ട് പട്ടിക കൈമാറണം. ഈ തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരുന്നതിന് മുമ്പ് കൈമാറണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അത് അംഗീകരിച്ചിരുന്നില്ല. ഇതിലുള്ള വിമുഖത, അതിലുള്ള എതിർപ്പ് ആദ്യം തന്നെ ഈ സമിതി യോഗം ചേർന്നപ്പോൾ അധിർ രഞ്ജൻ ചൗധരി ആയിരുന്നു ഈ സമിതി യോഗത്തിൽ കോൺഗ്രസിനെ, പ്രതിപക്ഷത്തെ പ്രതിനിധീകരിച്ചത്. അദ്ദേഹം രേഖപ്പെടുത്തി. അതിനുശേഷമാണ് ഈ തെരഞ്ഞെടുപ്പ് നടപടികളിലേക്ക് കടന്നത്. പ്രധാനമന്ത്രി ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിയതിനു ശേഷം പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന കേന്ദ്രമന്ത്രി എന്നാണ് വ്യവസ്ഥയുള്ളത്. അതുപ്രകാരം ഇന്ന് ഈ യോഗത്തിൽ പങ്കെടുത്തത് ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ്. അദ്ദേഹമാണ് ഈ 2 പേരുകളും നിർദ്ദേശിച്ചതെന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ മറ്റൊരു വകുപ്പായിട്ടുള്ള ഈ സഹകരണ വകുപ്പിൽ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച് വരുന്ന ഉദ്യോഗസ്ഥനാണ് ഗ്യാനേഷ് കുമാർ. ഇപ്പോൾ അദ്ദേഹം അവിടെയാണ് പ്രവർത്തിച്ചിരുന്നത്. അദ്ദേഹമാണ് ആ പേര് നിർദ്ദേശിച്ചതെന്ന് നമുക്കറിയാൻ സാധിക്കുന്നു. അതിനുശേഷമാണ് ഈ നടപടികൾ പൂർത്തിയാക്കിയത്. ഈ നടപടി നടക്കുന്ന ഘട്ടത്തിലും തൻ്റെ എതിർപ്പ് അധിർ രഞ്ജൻ ചൗധരി പറഞ്ഞിട്ടുണ്ട്. അത് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയായിരിക്കുന്നത്. നാളെ ഇതുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കുന്ന സാഹചര്യത്തിൽ സ്റ്റാറ്റസ് കോ എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ ഉള്ള രീതിയിലാക്കി മാറ്റുക എന്നതാണ് കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ പൂർത്തിയാക്കി കമ്മീഷണർമാർക്ക് ചുമതലയേൽക്കാനായിട്ടുള്ള സാഹചര്യം ഒരുക്കാൻ കൂടി തീരുമാനിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ. ശരി, രാധാകൃഷ്ണനാണ് വിവരങ്ങളുമായി ചേർന്നത്. ഗ്യാനേഷ് കുമാറും സുഖ്ബീർ സിംഗ് സന്ധുവും പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ. ഔദ്യോഗിക പ്രഖ്യാപനം ഉടനുണ്ടായേക്കും. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന നിയമന സമിതി യോഗമാണ് തെരഞ്ഞെടുത്തത്. നിയമന വാർത്ത പുറത്തുവിട്ടത് നിയമന സമിതിയിൽ അംഗമായ കോൺഗ്രസ് നേതാവ് അധിർ രഞ്ജൻ ചൗധരി. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കുകയാണ് ലൈവ് ന്യൂസ്. കലോത്സവത്തിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് സമഗ്രമായ പോലീസ് അന്വേഷണം ആവശ്യപ്പെട്ട് കേരള സർവകലാശാല രജിസ്ട്രാർ DGPക്ക് കത്തു നൽകി. വിധി നിർണയത്തിനെത്തിയ വ്യക്തിയുടെ മരണവും അന്വേഷിക്കണം എന്ന് കത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. കേരള സർവകലാശാല യൂണിയന്റെ കാലാവധി നീട്ടി നൽകില്ലെന്ന് വൈസ് ചാൻസലർ അറിയിച്ചു.
കലോത്സവ കോഴ ആരോപണത്തിൽ എഫ്ഐആർ പുറത്തുവന്നു. മരിച്ച വിധികർത്താവ് PN ഷാജിയാണ് ഒന്നാം പ്രതി. വിധികർത്താവായ PN ഷാജി നൃത്ത പരിശീലകരുടെ സ്വാധീനത്തിന് വഴങ്ങി എന്ന എഫ്ഐആറിലുണ്ട്. കലോത്സവ സംഘർഷത്തിൽ ഗവർണർക്ക് KSU പരാതിയും നൽകിയിട്ടുണ്ട്. ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. ഗിരീഷ്, ഈ ഷാജിയുടെ മരണത്തോടെ നമ്മൾ കണ്ടതാണ് അമ്മയുടെ ദുഃഖമൊക്കെ. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, നിരപരാധിയാണെന്ന് പറയുന്നു. ഇപ്പോൾ ഈ എഫ്ഐആറിൽ ഒന്നാം പ്രതി ഷാജിയാണ്. തന്നെയാണ്. അതായത് ഇതിൽ ഒന്നാം പ്രതിയായി കന്റോൺമെന്റ് പോലീസ് എടുത്തിരിക്കുന്ന അതിൽ ഒന്നാം പ്രതി ഈ വിധികർത്താവായ ഷാജി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഗുരുതരമായ വകുപ്പുകളും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ചുമത്തിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായും ഈ സർവകലാശാലയും അതുപോലെ തന്നെ അവിടുത്തെ വിദ്യാർത്ഥികളെയും വഞ്ചിക്കുന്നതിന് ഈ പ്രതികൾ കൂട്ടുനിന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ 2ഉം 3ഉം പ്രതികളായ പരിശീലകരിൽ നിന്ന് അവരുടെ സ്വാധീനത്തിൽ ഇവർ പരിശീലിപ്പിച്ച വിദ്യാർത്ഥികൾക്ക് മാർക്ക് കൂട്ടി നൽകി എന്നുള്ളൊരു കാര്യവും എഫ്ഐആറിൽ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഒന്നാം പ്രതിയായി വിധികർത്താവായ ഷാജിയെയും 2 പരിശീലകരെയും അടക്കം 3 പ്രതികളാണ് ഈ സംഭവത്തിൽ പോലീസ് പ്രതി ചേർത്ത് എഫ്ഐആർ ഇട്ടിരുന്നത്. മറ്റൊന്ന് ഈ ഘട്ടത്തിൽ വരുന്ന പ്രധാനപ്പെട്ടൊരു വാർത്ത സർവകലാശാലയെ ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു നീക്കത്തിലേക്ക് പോയിരിക്കുകയാണ്. ഈ സർവകലാശാല കലോത്സവവുമായി ബന്ധപ്പെട്ട് നടന്ന സംഘർഷങ്ങളിൽ അതിൽ വിശദമായൊരു അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ടാണ് VC നിലവിൽ ഇപ്പോൾ DGPയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. രജിസ്ട്രാർ അതുമായി ബന്ധപ്പെട്ട് DGPക്ക് കത്ത് നൽകിയിട്ടുണ്ട്. ഈ സംഘർഷത്തിൽ മാത്രമല്ല, ഇപ്പോൾ ഈ ആരോപണ വിധേയനായ വിധികർത്താവ് മരിക്കാനിടയായ സംഭവം അതുകൂടി വിശദമായി പരിശോധിക്കണമെന്നുള്ളൊരു കാര്യവും ഈ DGPക്ക് നൽകിയ കത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ സർവകലാശാല യൂണിയനുമായി ബന്ധപ്പെട്ടാണ്. കേരള സർവകലാശാല യൂണിയൻ്റെ കാലാവധി കഴിഞ്ഞ ഫെബ്രുവരിയിൽ കഴിഞ്ഞിരുന്നു. പക്ഷേ അവർ അത് നീട്ടി നൽകണമെന്ന് ആവശ്യപ്പെട്ട് ഒരു അപേക്ഷയും നൽകിയിരുന്നു. പക്ഷേ ആ അപേക്ഷ പരിഗണിക്കുന്നില്ല. അവരുടെ കാലാവധി ഇനി നീട്ടി നൽകില്ല എന്നുള്ളൊരു തീരുമാനത്തിൽ കൂടി ഈ പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ സർവകലാശാല എത്തിയിട്ടുണ്ട്. സ്മിത, ശരി. അഖിൽ ഷാൻ സാറാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. കേരള സർവകലാശാല യൂണിയന്റെ കാലാവധി നീട്ടി നൽകില്ല എന്ന് വൈസ് ചാൻസലർ അറിയിച്ചു. അതോടൊപ്പം തന്നെ കലോത്സവ കോഴ ആരോപണത്തിൽ എഫ്ഐആർ പുറത്തു വന്നിട്ടുണ്ട്. മരിച്ച വിധികർത്താവ് PN ഷാജിയാണ് കേസിലെ ഒന്നാം പ്രതി. മറ്റൊരു വാർത്ത കേരള സർവകലാശാല കലോത്സവവുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. കോഴക്കേസിൽ ആരോപണ വിധേയനായ PN ഷാജിയുടെ മരണത്തിൽ പരാതിയുമായി കുടുംബം രംഗത്തെത്തി. തൻ്റെ മകനെ കുടുക്കിയതാണെന്ന് PN ഷാജിയുടെ മാതാവ് ലളിത ആരോപിക്കുന്നു. അടുത്ത സുഹൃത്തുക്കളാണ് ഷാജിയെ കുടുക്കിയതെന്ന് സഹോദരൻ അനിൽകുമാർ 24നോട് പറഞ്ഞു. അമ്മേ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. എൻ്റെ കാല് പിടിച്ച് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് അത് പറഞ്ഞു. അമ്മ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഇതന്നെ ആരും ഇതാക്കിയതാന്ന്. അന്നെ ആരും കുടുക്കിയതാന്ന്. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഈ ദിവസം ഈ 3 ദിവസവും ഇതന്നെ പറയല്. ഈ കോഴ വാങ്ങുന്നതാണെങ്കിൽ ഈ പുരയില്ല ഇങ്ങനെയാവുമോ മക്കളെ? ഈ പുരക്ക് ഒന്നിക്കലും എന്തെങ്കിലും ഒരു മാറ്റം വരിക, അല്ലെങ്കിൽ ഒരു പുറം വേടി എടുക്കുക. അത് നയിച്ചിട്ട് കിട്ടുന്ന പൈസേനെ കൊണ്ടാണ് എല്ലാം ചെയ്യുന്നത്. അതിന് പൈസ ഇല്ലെങ്കിൽ എനിക്ക് പെൻഷൻ കിട്ടിയാൽ പറയും അമ്മ എന്തെങ്കിലും നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എന്നെ വാങ്ങിയിട്ട് പോക്കാം. മാനസിക സംഘർഷം അതിനെയാണെന്ന് ഇങ്ങനെ തളർത്തിയിട്ടുണ്ടാവുക. കാരണം ഇതുവരെ ഒന്നും കേൾക്കാത്തതാണ്. ഞാൻ ചോദിച്ചപ്പോൾ അവൻ എന്നോട് സത്യമായിട്ട് പറഞ്ഞതാണ്, ഞാനിതിൽ നിരപരാധിയാണ്. എന്നെ പല ആളും സമീപിച്ചിന്, എന്നെ വിളിച്ചിന് ഫോണിൽ. കാരണം ഇതിന് ജഡ്ജസിൻ്റെ ഇതിൽ മുന്നേ പോയ സമയത്തും ഫോൺ ഇവർ യൂസ് ചെയ്യുന്ന സമയത്ത് ഫോൺ എടുക്കലൊന്നുമില്ല. മെസ്സേജും വന്ന് ഇങ്ങനെ നോക്കുകയെന്നല്ലാതെ എടുത്തിട്ട് മറുപടി ഒന്നും കൊടുക്കില്ല പോലും. എൻ്റെ അടുത്ത ആൾക്കാരനെയാണ് ഇത് ചെയ്തിരുന്നവൻ പറയുന്നത്. അടുത്ത ആൾക്കാർ എല്ലാം അറിയുന്ന ആൾക്കാരനെ. അത് പേരൊന്നും പറഞ്ഞില്ല. ഇല്ല പേരൊന്നും പറഞ്ഞില്ല. കുടുക്കിയതാന്ന് പറഞ്ഞത്. നിരപരാധിയാണെന്നും കോഴ വാങ്ങിയിട്ടില്ലെന്നും രേഖപ്പെടുത്തിയ ആത്മഹത്യാക്കുറിപ്പ് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. PN ഷാജിയുടെ മരണത്തിന് ഉത്തരവാദി SFI ആണെന്ന് K സുധാകരൻ ആരോപിച്ചു. ഷാജിയുടെ വീട് സന്ദർശിച്ചതിനു ശേഷമായിരുന്നു പ്രതികരണം. സജോ ദേവസ്യ ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന്. സജോ, ഈ കുടുംബത്തിന്റെ പ്രതികരണം നമ്മൾ കണ്ടതാണ്. അമ്മയുടെ ദുഃഖം അത് വാക്കുകൾ കൊണ്ടൊന്നും വിവരിക്കാൻ കഴിയില്ല. തീർച്ചയായിട്ടും ആ ഒരു ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കുടുംബം ഇപ്പോൾ, അല്ലേ? നിരപരാധിയാണ് മകൻ, കുടുക്കിയതാണ് മകനെ. സ്മിത, ഈ സർവകലാശാല കലോത്സവവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ അല്ലെങ്കിൽ ആ വിവാദങ്ങളിൽ ആകെ ദുരൂഹതയുണ്ട് എന്നതാണ് കുടുംബം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെ ഒരു തെറ്റ് മകൻ ചെയ്തിട്ടില്ല,
എന്ന് മകൻ തന്നോട് ആവർത്തിച്ചു പറഞ്ഞു എന്നാണ് ഷാജിയുടെ മാതാവ് ലളിത പറയുന്നത്. അതായത് ഈ സംഭവം ഉണ്ടായി അതിന് പിന്നാലെ നാട്ടിലേക്ക് എത്തി, കണ്ണൂർ ചൊവ്വയിലെ വീട്ടിലേക്ക് എത്തി. അതിനുശേഷം അമ്മയോട് വിശദമായി സംസാരിച്ചു. അമ്മ പറഞ്ഞൊരു കാര്യം തന്നെ ആ വാർത്തകളൊക്കെ പല രൂപത്തിൽ പുറത്തു വന്നിരുന്നു. അതുകൊണ്ട് ഈ കാര്യം സംബന്ധിച്ച് ആരാഞ്ഞു. അപ്പോൾ അമ്മയുടെ കാലിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് താൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല, കോഴ വാങ്ങിയിട്ടില്ല, ഏതെങ്കിലും നിലയ്ക്ക് ചട്ടവിരുദ്ധമായി പ്രവർത്തിച്ചിട്ടില്ല, തന്നെ കുടുക്കിയതാണ് എന്ന് മകൻ പറഞ്ഞു. അതേ സംശയം തന്നെയാണ് അവർ വീണ്ടും ആവർത്തിച്ച് പങ്കുവെക്കുന്നത്. അതായത് ഈ കാര്യത്തിൽ കൃത്യമായ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്, അതുവഴി മകനെ കുടുക്കിയതാണ്. കാലങ്ങളായി ഇങ്ങനെ വിധികർത്താവായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ അവരുടെ സാമ്പത്തിക പശ്ചാത്തലം എടുത്താലും വളരെ പിന്നോക്കാവസ്ഥയാണ് ഉള്ളത്. അങ്ങനെ കാലങ്ങളായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാൾ ഈ നിലയ്ക്ക് അഴിമതിക്കാരനാണെങ്കിൽ കൂടുതൽ പണം സമ്പാദിച്ചുകൂടെ എന്ന കാര്യമടക്കം അവർ ചോദിക്കുന്നുണ്ട്. അതിൽ ഇക്കാര്യത്തിൽ കൃത്യമായ ദുരൂഹതയുണ്ട്, അന്വേഷണം വേണം. അദ്ദേഹത്തിൻ്റെ സഹോദരനും ഇത് തന്നെയാണ് പറയുന്നത്. ചില ആളുകൾ ഇക്കാര്യത്തിൽ ചില സമ്മർദ്ദങ്ങൾക്കൊക്കെ ശ്രമിച്ചു, അതിന് അദ്ദേഹം വഴങ്ങിയില്ല, അത് ചില ആളുകൾ ചേർന്ന് കുടുക്കിയതാണ് എന്ന് തന്നെയാണ് സംശയം. ഒപ്പം മർദ്ദിച്ചു എന്ന സംശയവും അവർ പങ്കുവെക്കുന്നുണ്ട്. പക്ഷേ ഏതെങ്കിലും നിലയ്ക്ക് ആ സംഭവം നടന്നതിന് പിന്നാലെ വലിയ മർദ്ദനം ഏറ്റുവാങ്ങിയതും അദ്ദേഹത്തെ അപമാന ഭാരത്തിലേക്ക് നയിച്ചു എന്ന നിലയ്ക്കുള്ള വാദങ്ങളുമുണ്ട്. പക്ഷേ ഏതെങ്കിലും നിലയ്ക്ക് മർദ്ദനമേറ്റത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കുടുംബത്തോട് പറഞ്ഞില്ല. ഈ ആത്മഹത്യാക്കുറിപ്പും കണ്ടെടുത്തിട്ടുണ്ട് പോലീസ്. അതിൽ പറയുന്നത് താൻ നിരപരാധിയാണ്, കോഴ വാങ്ങിയിട്ടില്ല. ഒപ്പം അതിലെ പ്രധാനപ്പെട്ട ഒരു പരാമർശം ഇതിന് പിന്നിൽ കളിച്ചവരെ ദൈവം രക്ഷിക്കട്ടെ എന്നൊരു പരാമർശം കൂടിയുണ്ട്. ഇക്കാര്യത്തിൽ കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ സംഘടനകളും ഒക്കെ ഉന്നയിക്കുന്ന ആരോപണം വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് മാർ ഇവാനിയോസ് കോളേജിൻ്റെ ഒരു നേട്ടത്തെ തടയുന്നതിന് വേണ്ടി യൂണിയൻ്റെ ഭാഗത്തു നിന്ന്, സർവകലാശാല യൂണിയൻ്റെ ഭാഗത്തു നിന്ന് ശ്രമമുണ്ടായി. അങ്ങനെ SFI അവർ ഈ വിധികർത്താവ് എന്ന നിലയിൽ ഷാജിയെ സ്വാധീനിച്ച് ഫലത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ചു. അതിന് അദ്ദേഹം വഴങ്ങിയില്ല. അങ്ങനെ വഴങ്ങാത്ത അദ്ദേഹത്തെ വ്യാജ കോഴ ആരോപണത്തിൽപ്പെടുത്തി. അതോടുകൂടി കലോത്സവം തന്നെ നിർത്തിവെക്കേണ്ടി വന്നു. ഈ മത്സര ഇനം, അതായത് മാർഗംകളി എന്ന മത്സര ഇനത്തിലും ഒരു അനിശ്ചിതത്വം രൂപപ്പെടാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചു. അതങ്ങനെ ആസൂത്രിതമായ ഒരു ഗൂഢാലോചന ഇക്കാര്യത്തിൽ ഉണ്ടായതാണ് എന്നതാണ് കോൺഗ്രസിൻ്റെ ആരോപണം. അതിന് പിന്നിൽ പ്രവർത്തിച്ചത് SFI ആണ്. SFIയുടെ താല്പര്യത്തിനും സമ്മർദ്ദത്തിനും ഷാജി വഴങ്ങാതെ വന്നപ്പോൾ ഒരു വ്യാജ കോഴ ആരോപണത്തിൽ അദ്ദേഹത്തെ കുടുക്കി. അതുവഴി അവർ ലക്ഷ്യമിട്ട ചില കോളേജിൻ്റെ മുന്നേറ്റവും ഒപ്പം അവർ ലക്ഷ്യമിട്ട തരത്തിലുള്ള ഒരു ഫലം അല്ലെങ്കിൽ അങ്ങനെ ഒരു അട്ടിമറി ഉണ്ടാകാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തിയതാണ്. അതിൻ്റെ ഇരയാണ് ഷാജി എന്ന ഗുരുതരമായ ആരോപണമാണ് കോൺഗ്രസും, അത് KSUവും കോൺഗ്രസും വിവിധ പ്രതിപക്ഷ വിദ്യാർത്ഥി യുവജന സംഘടനകളും ഒക്കെ ആരോപിക്കുന്നത്. കാരണം ഈ സർവകലാശാല കലോത്സവം ആകെ വിവാദങ്ങളിൽ അകപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു, നിർത്തിവെക്കുന്നതിലേക്ക് പോയി. ഒപ്പം ഈ പല മത്സര നടത്തിപ്പുമായി ബന്ധപ്പെട്ട് വലിയ തർക്കങ്ങളുണ്ടായി. അതിൽ മാർ ഇവാനിയോസ് കോളേജുമായി ബന്ധപ്പെട്ട അവരുടെ നേട്ടത്തെ തടയുന്നതിന് വേണ്ടി ആസൂത്രിതമായ ശ്രമമുണ്ടായി. അതിൻ്റെ കാരണം രാഷ്ട്രീയമാണ്. അതുകൊണ്ട് SFIക്ക് ഇതിൽ പങ്കുണ്ട്. അത് അന്വേഷണ വിധേയമാക്കണം. എന്തുകൊണ്ടാണ്, ഇദ്ദേഹം നിരപരാധിയാണോ അതല്ല ഇദ്ദേഹത്തെ ആസൂത്രിതമായി ആരെങ്കിലും കുടുക്കിയതാണോ, അതുൾപ്പെടെയുള്ള ഗൂഢാലോചന അന്വേഷിക്കണമെന്നൊരു ആവശ്യമാണ് അവരെല്ലാം തന്നെ ഉന്നയിക്കുന്നത്. അതേസമയം ഏതെങ്കിലും നിലയ്ക്ക് ഇപ്പോൾ നിലവിൽ കണ്ണൂരിൽ ഒരു കേസ് എടുത്തിട്ടില്ല, അസ്വാഭാവിക മരണത്തിലൊരു കേസാണ് കണ്ണൂരിൽ എടുത്തിരിക്കുന്നത്. അതേസമയം ഇതിൻ്റെ അന്വേഷണം തിരുവനന്തപുരത്ത് കന്റോൺമെന്റ് പോലീസ് നടത്തുന്നതുകൊണ്ട് തന്നെ ഇവിടെ ഒരു പ്രത്യേക അന്വേഷണം ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഏതായാലും പോലീസിൽ ഈ സംസ്കാരത്തിന് ശേഷം, ഇപ്പോൾ സംസ്കാരത്തിലേക്ക് കടന്നിട്ടില്ല, അതിനുശേഷം കൃത്യമായ പരാതി നൽകുമെന്നാണ് കുടുംബം പറയുന്നത്. ശരി, സജോ ദേവസിയാണ് കൂടുതൽ വിശദാംശങ്ങളുമായി ചേർന്നത് കണ്ണൂരിൽ നിന്ന്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത പാലക്കാട് നിന്നാണ്. പാലക്കാട് എക്സൈസ് ഓഫീസിലെ ലോക്കപ്പിൽ പ്രതി മരിച്ച സംഭവത്തിൽ 2 എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. എക്സൈസ് റേഞ്ച് ഓഫീസിൽ ഇന്നലെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 2 ഉദ്യോഗസ്ഥരെയാണ് പാലക്കാട് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ സസ്പെൻഡ് ചെയ്തത്. നിഖിൽ പ്രമേഷ് ചേരുന്നുണ്ട് പാലക്കാട് നിന്ന് വിവരങ്ങളുമായി. നിഖിൽ, ഷോജയുടെ മരണത്തിൽ ഇവരെക്കുറിച്ചുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു, കുടുംബം പരാതിയും ഉന്നയിച്ചിരുന്നു, ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നു അല്ലേ? അതെ സ്മിത, ഇന്ന് പുലർച്ചെ 3 മണിയോടുകൂടിയാണ് വൈദ്യപരിശോധന അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കി ഈ ഷോജോ ജോണിനെ എക്സൈസ് ടവറിൽ എത്തിച്ചിരുന്നത്. 6:30 നോക്കുമ്പോൾ ഇദ്ദേഹം ലോക്കപ്പിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഈ സംഭവത്തിലാണ് ഇപ്പോൾ 2 ഉദ്യോഗസ്ഥർക്കെതിരെ കൃത്യവിലോപം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരെ സസ്പെൻഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. ഇത് കൊലപാതകമാണെന്ന് ഈ ഷോജോ ജോണിൻ്റെ ഭാര്യ ആരോപണം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സാധ്യതകളൊക്കെ എക്സൈസ് തള്ളുകയാണ്. പക്ഷേ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായി. കൃത്യമായി പ്രതി ലോക്കപ്പിലുള്ളപ്പോൾ അത് ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് ഈ ഉദ്യോഗസ്ഥർക്കെതിരെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ആരോപണം. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് അവരെ സസ്പെൻഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ ആരോപണം ഉയർന്ന പശ്ചാത്തലത്തിൽ ഈ കേസ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് വിട്ടിരിക്കുകയാണ്. ക്രൈംബ്രാഞ്ച് DYSP ഈ കേസ് അന്വേഷിക്കുമെന്നുള്ളതാണ് അല്പസമയം മുൻപ് അറിയിക്കുന്നത്. ഭാര്യ ഉന്നയിക്കുന്ന ആരോപണം, കുറ്റം സംബന്ധിച്ച ആള് എങ്ങനെയാണ് ആത്മഹത്യ ചെയ്യുക, തൻ്റെ ഭർത്താവിനെ ഒരു ട്രാപ്പിൽ പെടുത്തിയതാണ്, ഒരിക്കലും ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകില്ല,
അദ്ദേഹത്തെ നിരന്തരം മർദ്ദിച്ചാൽ കുറ്റം സമ്മതിക്കുമെന്ന് ഈ ഉദ്യോഗസ്ഥർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. ഇന്നലെ ഷോജോ ജോണിന്റെ വീട്ടിലെത്തിയാണ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. ഹാഷിഷ് ഓയിൽ പ്രാദേശികമായി വിൽപ്പന നടത്തുന്നതിന് വേണ്ടി എത്തിച്ചിരുന്നു എന്നുള്ളതാണ് എക്സൈസിന് ലഭിച്ച രഹസ്യ വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ പിടികൂടിയതും ഇയാളിൽ നിന്ന് ഏതാണ്ട് 25 ലക്ഷത്തോളം രൂപ വിപണി വില വരുന്ന ഹാഷിഷ് ഓയിൽ പിടികൂടിയതും. സ്മിത, ശരി. ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ 2 ഉദ്യോഗസ്ഥരെയാണ് സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. ഭർത്താവിനെ എക്സൈസ് ഉദ്യോഗസ്ഥർ കൊലപ്പെടുത്തിയതാണെന്ന് ഭാര്യ ജ്യോതി 24നോട് പറഞ്ഞു. ചെറിയൊരു കടുങ്കൈ ചെയ്ത് ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞു. ഞങ്ങളിവിടെ വന്ന് നോക്കുമ്പോഴേക്കും മോർച്ചറിയിലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സൂയിസൈഡ് ചെയ്താണ് പറയുകയാണെങ്കിലും അവിടെ സ്റ്റേഷനിൽ ആരെങ്കിലും ഉണ്ടാവില്ലേ? കാരണം ഇന്നലെ ഇപ്പോൾ അറസ്റ്റ് ചെയ്താലും ജയിലിലിടാനുള്ള സമയമായോ അതിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല. അങ്ങനെയാണെങ്കിലും മെഡിക്കൽ ചെക്കപ്പ് മറ്റു കാര്യങ്ങളൊന്നും രാവിലെ ഇല്ലേ? പക്ഷെ അതിന് മുമ്പേ എങ്ങനെ ഇവർ സൂയിസൈഡ് ചെയ്തു പറഞ്ഞു. അപ്പോൾ അവരിന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിനക്ക് തരേണ്ടത് തന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാ വിവരവും കിട്ടുമെന്ന് പറഞ്ഞു. ഇനി അവർ തല്ലി കൊന്നാണെന്നാണ് ഞങ്ങൾക്ക്, കാരണം ബോഡി കണ്ടാൽ അറിയാൻ പറ്റും. അവർ വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഇവർ പറഞ്ഞു ഞാൻ ഓടുമൊന്നുമില്ല, ഞാൻ കുറ്റം സമ്മതിച്ചാണ്. അപ്പം എൻ്റെ കയ്യാമം വെച്ചിട്ടും 2-3 പേര് തള്ളിക്കൊണ്ടാണ് പോയത്. അപ്പോൾ ഇവർ പറഞ്ഞു ഞാൻ ഓടില്ല പറഞ്ഞു. എന്ത് കേസാണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തോളാം, ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതാവാന്ന് പറഞ്ഞാണ്. അങ്ങനെയുള്ള ആളെങ്ങനെ സൂയിസൈഡ് ചെയ്യും? കുറ്റം ഏറ്റു പറഞ്ഞ ആൾ എന്തായാലും അടുത്ത നടപടിക്ക് പോവുമല്ലോ. അപ്പോൾ ഒരു സൂയിസൈഡിൻ്റെ ആവശ്യമുണ്ടോ? ഒന്നാമത് 3 പെൺകുട്ടികളാണ്. 2 കിലോ ഹാഷിഷ് ഓയിലുമായി ഇന്നലെ രാത്രിയാണ് ഷോജോയെ എക്സൈസ് പിടികൂടിയത്. LDF-ൽ ചേരാനായി കോൺഗ്രസ് നേതാവ് ദീപ്തി മേരി വർഗീസിനെ EP ജയരാജൻ ക്ഷണിച്ചെന്ന ആരോപണം തള്ളി TG നന്ദകുമാർ. ദീപ്തി മേരി വർഗീസ് പറഞ്ഞത് കള്ളമാണെന്നും ദീപ്തി ജയരാജനെയാണ് പോയി കണ്ടതെന്നും നന്ദകുമാർ 24നോട് പറഞ്ഞു. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ ദീപ്തി മേരി വർഗീസ് ഉമാ തോമസിന് വോട്ട് ചെയ്തില്ല. വിവിപാറ്റ് രസീതിന്റെ കോപ്പി തനിക്ക് വാട്സാപ്പിൽ അയച്ചു തന്നുവെന്നും നന്ദകുമാർ പറഞ്ഞു. ദീപ്തി മേരി വർഗീസ് പറയുന്നത് 100% തെറ്റായ കാര്യമാണ്. ദീപ്തി മേരി വർഗീസിനെ ചെന്ന് കണ്ടത് ഞാനാണ് അവരുടെ ഫ്ലാറ്റിൽ. അവരാണ് EP ജയരാജനെ വന്ന് കണ്ടത്. അന്ന് കാണാൻ എന്താ ബുദ്ധിമുട്ട്? ബൈ ഇലക്ഷൻ്റെ ചാർജുമായിട്ട് അദ്ദേഹം പാലാരിട്ടത്തുണ്ട്, താമസത്തോടെയാണ്. കാരണം അദ്ദേഹം ഒന്നും പോയി കണ്ടിട്ടില്ല. വെറുതെ തെറ്റായ കാര്യമാണ്. അവർ ഉമാ തോമസിന് വോട്ട് ചെയ്തില്ല. അവർ രേഖപ്പെടുത്തിയ വോട്ട് ആർക്കാണെന്ന് ബോധ്യപ്പെടുത്താൻ അവർ അതിൻ്റെ VVPAT കോപ്പി എനിക്ക് അയച്ചു തന്നത്. VVPAT കോപ്പി അങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ ആ വോട്ട് ചെയ്യാനൊക്കല്ലാതെ. അവരാണ് പറയണത് ഈ വെറുതെ അസംബന്ധം അധിക്ഷേപിക്കുകയാണ് ഈ പേര്. അതൊന്നും ഒരു കാര്യമൊക്കെ നമ്മൾ ഒരു ബൈ ഇലക്ഷൻ സമയത്ത് ഒരു ചില കാര്യങ്ങൾ നമ്മൾ പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞപ്പോൾ കാണണമെന്ന് ആര് വന്നാലും കാണൂലേ. S. ശ്യാംകുമാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശ്യാംകുമാർ, ഇന്നലെ ദീപ്തി മേരി പറഞ്ഞ അതിന് ഘടകവിരുദ്ധമായ കാര്യങ്ങൾ അതങ്ങനെയല്ല സംഭവിച്ചത്. അങ്ങോട്ട് പോയി EP-യെ കാണുകയായിരുന്നു ദീപ്തി മേരി എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നന്ദകുമാർ പറയുന്നത്. തീർച്ചയായും ഇന്നലെ ദീപ്തി മേരി വർഗീസ് തന്നെ നമ്മളോട് പറഞ്ഞത് EP ജയരാജൻ തന്നെ കണ്ടു, തൃക്കാക്കരയിൽ സ്ഥാനാർത്ഥിയാകണമെന്ന ഇടതുപക്ഷത്തിൻ്റെ ആവശ്യം തന്നോട് പറഞ്ഞു. പക്ഷേ താൻ നിഷേധിച്ചു എന്നുള്ളതാണ്. ഇതിന് ഇടനിലക്കാരനായി നിന്നത് ദല്ലാൽ നന്ദകുമാർ എന്ന് വിളിക്കുന്ന നന്ദകുമാർ ആണ് എന്നുള്ളതും ദീപ്തി മേരി വർഗീസ് പറഞ്ഞിരുന്നു. ഇന്ന് രാവിലെ ദീപ്തി മേരി വർഗീസിനോട് ഇതുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങളിൽ ഒരു വ്യക്തത വരുത്താൻ ചോദിച്ചപ്പോഴാണ് അക്കാര്യം ഉന്നയിച്ചവരോട് ചോദിക്കുമെന്നൊരു മറുപടിയുമായി അവർ വീണ്ടും രംഗത്ത് വന്നത്. അതോടെയാണ് നന്ദകുമാറിനെ നമ്മൾ വീണ്ടും കണ്ടപ്പോൾ നന്ദകുമാർ പറയുന്നത് EP ജയരാജനെ ദീപ്തി മേരി വർഗീസ് അങ്ങോട്ട് പോയി കാണുകയായിരുന്നു. അതായത് ഇലക്ഷനിൽ LDF സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞ് പാലാരിവട്ടത്താണ് ദീപ്തി മേരി വർഗീസ് പോയി കണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. അതേസമയം ദീപ്തി മേരി വർഗീസിനെ സ്ഥാനാർത്ഥിയാക്കാമെന്ന് ആരോടും പറഞ്ഞിരുന്നില്ല. ഒരുപക്ഷെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷമാണ് കൂടിക്കാഴ്ച നടന്നത് എന്ന് പോലും നന്ദകുമാർ പറയുന്നു. അതിലും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ആരോപണം UDF-ൽ സ്ഥാനാർത്ഥിത്വം കിട്ടാതിരുന്നതോടെ ഉമാ തോമസിന് ദീപ്തി മേരി വർഗീസ് വോട്ട് നൽകിയില്ല എന്നുള്ളൊരു ആരോപണമാണ്. പകരം VVPAT-ൽ ചെയ്ത വോട്ട് അത് ഉമാ തോമസിനല്ല എന്ന് ബോധ്യപ്പെടുത്താൻ തനിക്ക് അയച്ചു നൽകിയെന്നും പറയുന്നത് നന്ദകുമാറാണ്. അത് അയാളുടെ കയ്യിൽ ഫോണിലുണ്ട് എന്നുള്ളതാണ് അവകാശപ്പെടുന്നത്. ഏതായാലും ഇത് വലിയ രാഷ്ട്രീയമായി ഒരു ചോദ്യം ഉയരുന്നുണ്ട്. ദീപ്തി മേരി വർഗീസിനെ പോലെ ഒരാൾ കോൺഗ്രസ് സ്ഥാനാർത്ഥി, പ്രത്യേകിച്ച് തൃക്കാക്കര പോലെ വലിയ പോരാട്ടം നടന്നൊരു സമയത്ത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തില്ല എന്നൊരു ആരോപണം ഉയരുന്നു. ഏത് രീതിയിൽ ദീപ്തി ഇനി ഇതിനോട് പ്രതികരിക്കുമെന്നുള്ളതാണ് അറിയേണ്ടത്. ഏതായാലും ഇതിൽ കൂടുതൽ പ്രതികരണങ്ങൾ വരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. പ്രത്യേകിച്ച് ഇലക്ഷൻ സമയത്ത് ഇതൊരു രാഷ്ട്രീയ ആരോപണമായി പോലും എതിർവിഭാഗം ഏറ്റെടുക്കാൻ സാധ്യതയുമുണ്ട്. ശരി, S. ശ്യാംകുമാറാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ദീപ്തി മേരി വർഗീസ് ജയരാജനെയാണ് പോയി കണ്ടതെന്നാണ് ഇപ്പോൾ നന്ദകുമാർ 24നോട് പറയുന്നത്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ ദീപ്തി മേരി വർഗീസ് ഉമാ തോമസിന് വോട്ട് ചെയ്തിട്ടില്ല എന്നും നന്ദകുമാർ വ്യക്തമാക്കുന്നു.
മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കുകയാണ് ലൈവ് ന്യൂസ്. പഞ്ചാബ് മുൻ മുഖ്യമന്ത്രി അമരീന്ദർ സിംഗിന്റെ ഭാര്യയും കോൺഗ്രസ് എംപിയുമായ പ്രണീത് കൗർ BJPയിൽ ചേർന്നു. BJP ഡൽഹി ആസ്ഥാനത്തെത്തിയാണ് അംഗത്വം സ്വീകരിച്ചത്. പ്രണീത് പട്യാലയിൽ നിന്നുള്ള MP കൂടിയാണ്. അച്യുതൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. അച്യുതൻ, ഒരു MP കൂടി പോയിരിക്കുന്നു കോൺഗ്രസിന്. സ്മിത, തീർച്ചയായിട്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിലാണ് ഈ ഒരു നീക്കം ഉണ്ടായിരിക്കുന്നത്. അതായത് നേരത്തെ ഈ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളെ തുടർന്ന് പ്രണീത് കൗറിനെ കോൺഗ്രസ് പാർട്ടി സസ്പെൻഡ് ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ BJPയിൽ ചേർന്നിരിക്കുന്നത്. ഡൽഹി ആസ്ഥാനത്തെത്തി അംഗത്വം സ്വീകരിക്കുകയായിരുന്നു. മുൻ പഞ്ചാബ് മുഖ്യമന്ത്രി അമരീന്ദർ സിംഗിന്റെ ഭാര്യ കൂടിയാണ് പ്രണീത് സിംഗ്. ഈ അമരീന്ദർ സിംഗ് കഴിഞ്ഞ വർഷമാണ് BJPയിൽ ചേരുന്നത്. പക്ഷെ അന്ന് പ്രണീത് കൗർ ചേർന്നിരുന്നില്ല. എന്നാൽ ഇതിന് പിന്നാലെ ഇപ്പോൾ പ്രണീത് കൗർ കൂടി BJPയിൽ എത്തിയിരിക്കുന്നു. ഈ കർഷക സമരം അത് കേന്ദ്രത്തിനെതിരായി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ പ്രണീത് കൗറിനെയും അമരീന്ദർ സിംഗിനെയും ഒപ്പം ചേർക്കുന്നതിൽ ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കൂടിയുണ്ട്. അതായത് ജാട്ട് സിഖ് സമുദായങ്ങളുടെ വോട്ട് കൂടി ലക്ഷ്യം വെച്ചാണ് BJP ഇത്തരം നീക്കങ്ങൾ നടത്തുന്നത്. പട്യാലയിൽ നിന്നുള്ള മുൻ MP കൂടിയായിരുന്നു. എന്തായാലും നിലവിൽ പ്രണീത് കൗറിന് പട്യാല സീറ്റ് തന്നെ, ലോക്സഭാ സീറ്റ് BJP നൽകിയേക്കും എന്നുള്ള സൂചനകൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. സ്മിത, ശരി. അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. സ്പോർട്സ് കൗൺസിൽ മുൻ പ്രസിഡന്റ് പത്മിനി തോമസും മുൻ DCC ജനറൽ സെക്രട്ടറി തമ്പാനൂർ സതീഷും BJPയിൽ ചേർന്നു. BJP തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ അംഗത്വം നൽകി. കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറും മറ്റ് നേതാക്കളും BJPയിലേക്ക് എത്തിയവരെ സ്വീകരിക്കുകയും ചെയ്തു. MG പ്രതീഷ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. പ്രതീഷ്, നേരത്തെ തന്നെ കൂടുതൽ പേർ കോൺഗ്രസിൽ നിന്ന്, അത് നേതൃനിരയിൽ നിന്ന് തന്നെ പോകും BJPയിലേക്ക് എന്നുള്ള വിവരം വരുന്നു. പിന്നീട് ഇപ്പോൾ ഇവർ രണ്ടുപേരും പോകുന്നു. പത്മിനിയുടെ മക്കളും BJPയിൽ ചേർന്നു എന്ന വിവരങ്ങളും വരുന്നുണ്ട്. സ്മിത, പത്മജ വേണുഗോപാൽ BJPയിൽ ചേർന്നതിന് പിന്നാലെ തന്നെ കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ BJPയിലേക്ക് എത്തുമെന്ന് സംസ്ഥാന നേതൃത്വം അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് കരുണാകര പക്ഷം ഒപ്പം കോൺഗ്രസ് നേതൃത്വത്തോട് വലിയ അതൃപ്തിയുള്ള നേതാക്കളുമായി കോൺഗ്രസ് പ്രതിനിധികൾ ആശയവിനിമയം നടത്തിയത്. ഇതിന്റെ ഭാഗമായാണ് ഇന്ന് പത്മിനി തോമസും ഒപ്പം തമ്പാനൂർ സതീശും BJP അംഗത്വം സ്വീകരിച്ചത്. രാവിലെ BJP തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടന വേളയിലായിരുന്നു ഇരുവരും അംഗത്വം സ്വീകരിച്ചത്. ഇതിനു പുറമെ മുൻ DCC ജനറൽ സെക്രട്ടറി കൂടിയായ ഉദയകുമാറും ഒപ്പം പാർട്ടി പ്രവർത്തകരും BJP അംഗത്വം സ്വീകരിച്ചിട്ടുണ്ട്. തമ്പാനൂർ സതീശ് ഈ അടുത്താണ് പാർട്ടിയുമായി ചില തർക്കങ്ങൾ ഉണ്ടാവുകയും നേതൃത്വത്തിനെതിരെ തുറന്നടിച്ചുകൊണ്ട് പാർട്ടി വിട്ടത്. മുൻ DCC ജനറൽ സെക്രട്ടറി കൂടിയാണ് തമ്പാനൂർ സതീശും. പത്മിനി തോമസ് സ്പോർട്സ് കൗൺസിൽ മുൻ അധ്യക്ഷയാണ്. പാർട്ടിയിൽ തനിക്കെതിരെ ഉണ്ടായ അവഗണനയിൽ പ്രതിഷേധിച്ചാണ് താൻ BJP അംഗത്വം സ്വീകരിച്ചത് എന്നുള്ളൊരു പ്രതികരണമാണ് പത്മിനി തോമസ് ഇന്ന് നടത്തിയത്. ഒരു അധികാരം അല്ലെങ്കിൽ അതുമായി ഏതെങ്കിലും തരത്തിൽ പദവികൾ മോഹിച്ചല്ല താൻ BJPയിൽ എത്തിയത്. കോൺഗ്രസിൽ നിന്ന് മടുത്തെന്നും തൻ്റെ പരാതികളും ഒപ്പം കായിക താരങ്ങളെയും ഉൾപ്പെടെ അവഗണിക്കുന്ന ഒരു നിലപാടും സമീപനവുമാണ് കോൺഗ്രസിലുള്ളതെന്നും പത്മിനി തോമസ് ഇന്ന് തുറന്നടിച്ചിട്ടുണ്ട്. ഇവർക്കൊപ്പം തന്നെ കൂടുതൽ പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ അടക്കം ഇന്ന് BJP അംഗത്വം സ്വീകരിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിലും ഇടതുമുന്നണിയിൽ നിന്നും ഒപ്പം UDFൽ നിന്നും കൂടുതൽ പേർ BJPയിൽ ചേരുമെന്നതാണ് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ അറിയിച്ചിരിക്കുന്ന കാര്യം. എന്തായാലും കൂടുതൽ ആളുകൾ ഈ തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഈ കോൺഗ്രസിൽ നിന്നും ഒപ്പം ഇടതുമുന്നണിയിൽ നിന്നും BJPയിൽ എത്തുമെന്ന ഒരു സൂചന തന്നെയാണ് ഈ BJP സംസ്ഥാന നേതൃത്വം നൽകുന്നത്. ഒപ്പം മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായി ഇപ്പോഴും പല രീതിയിൽ ആശയവിനിമയം നടത്തുന്നുണ്ട്. ഇത് കോൺഗ്രസ് നേതാക്കൾ തന്നെ തുറന്ന് സമ്മതിക്കുന്ന കാര്യവുമാണ്. പക്ഷേ ഈ ഏതെങ്കിലും തരത്തിൽ ചർച്ചകൾ നടന്നിട്ടുണ്ടോ എന്നതും ഒപ്പം BJPയിലേക്ക് പോകുമെന്ന കാര്യത്തിലും മിക്ക കോൺഗ്രസ് നേതാക്കളും അത്തരത്തിലുള്ള പ്രചരണങ്ങൾ പൂർണ്ണമായും തള്ളുന്ന ഒരു സാഹചര്യവുമുണ്ട്. എന്തായാലും BJP സംസ്ഥാന നേതൃത്വം ഉറപ്പിച്ച് പറയുന്ന കാര്യം വരും ദിവസങ്ങളിൽ കൂടുതൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ അടക്കം BJPയിലേക്ക് എത്തുമെന്നത് തന്നെയാണ്. എന്തായാലും വലിയ തരത്തിലുള്ള ഒരു വിമർശനങ്ങളടക്കം സംസ്ഥാന സർക്കാരിനും കോൺഗ്രസിനുമെതിരെ ഈ BJP അംഗത്വം സ്വീകരിച്ച കോൺഗ്രസിൽ നിന്നെത്തിയവർ. പ്രതീക്ഷാണ് കൂടുതൽ വിവരങ്ങളുമായി ചേർന്നത് തിരുവനന്തപുരത്ത് നിന്ന്. കൂടുതൽ പേർ കോൺഗ്രസ് നേതാക്കൾ BJPയിൽ ചേർന്ന നേതാക്കൾക്ക് സ്വീകരണം നൽകി BJP. കൂടുതൽ ജനുവരി 30 വരെയുള്ള എല്ലാ ബില്ലുകളും പാസാക്കി പണം നൽകാൻ ട്രഷറികൾക്ക് ധനകാര്യ വകുപ്പിന്റെ നിർദ്ദേശം. ഡിസംബർ ജനുവരി മാസങ്ങളിലെ ബില്ലുകളിലായി 1303 കോടി രൂപയാണ് വിതരണം ചെയ്യുന്നത്. VA ഗിരീഷ് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. ഗിരീഷ്, വിവരങ്ങൾ.
സ്മിത, ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയിൽ നേരത്തെ തന്നെ ഈ ബില്ലുകൾ മാറിയിരുന്നില്ല. ഡിസംബർ മുതലുള്ള ബില്ലുകളാണ് ഈ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് സംസ്ഥാനത്തെ ട്രഷറികളിൽ എത്തിക്കിടന്നത്. ഇപ്പോൾ ജനുവരി വരെയുള്ള ബില്ലുകൾ പാസ്സാക്കാനാണ് ട്രഷറികൾക്ക് ധനകാര്യ വകുപ്പ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതോടെ ഡിസംബർ ജനുവരി മാസങ്ങളിലെ മുഴുവൻ ബില്ലുകളും മാറാനുള്ള ഒരു സാഹചര്യമാണ് ഒരുങ്ങിയിരിക്കുന്നത്. ജനുവരി 31 വരെയുള്ള എല്ലാ ബില്ലുകളും പാസ്സാക്കി പണം നൽകണം എന്നുള്ളതാണ് ട്രഷറികൾക്ക് ധനകാര്യ വകുപ്പ് നിർദ്ദേശം നൽകിയിരിക്കുന്നതെന്ന് ധനകാര്യമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചിട്ടുണ്ട്. ഡിസംബർ ജനുവരി മാസങ്ങളിലെ ബില്ലുകളിലായി 1303 കോടി രൂപയാണ് പെൻഡിങ്ങിലുള്ളത്. ഇത് വിതരണം ചെയ്യുന്നതിനാണ് നിർദ്ദേശം. അതോടൊപ്പം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ടുകളടക്കം തടഞ്ഞിരിക്കുകയാണ്. ഇതും വിതരണം ചെയ്യുന്നതിന് ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എല്ലാ ബില്ലുകളും മുൻഗണനാക്രമത്തിൽ മാറി നൽകണം എന്ന നിർദ്ദേശമാണ് ട്രഷറികൾക്ക് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. സ്മിത. ശരി, VA ഗിരീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. സപ്ലൈകോയിൽ നിന്ന് വാങ്ങിയ കടലയിൽ ചെള്ളെന്ന് പരാതി. ചാലക്കുടി സപ്ലൈകോ മാവേൽ സ്റ്റോറിന് ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന്റെ നോട്ടീസ്. സപ്ലൈകോ പ്രവർത്തിക്കുന്നത് മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണെന്ന് ഭക്ഷ്യസുരക്ഷാ വിഭാഗം. സൂരജ് സജി ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങളുമായി. സൂരജ്, ഇതെന്താണ് സംഭവിക്കുന്നത്? സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ കൊണ്ടുപോയി ഈ മോശം സാധനങ്ങളാണോ ഉപയോഗിക്കേണ്ടത്? വിലക്കയറ്റത്തിനിടയിൽ സാധാരണക്കാർക്ക് ആശ്വാസകരമായ നടപടി ഉണ്ടാകേണ്ട ഇടത്തു നിന്നാണ് ഇത്തരത്തിൽ ഗുണമേന്മയില്ലാത്ത ഭക്ഷ്യവസ്തുക്കൾ ലഭിച്ചിരിക്കുന്നത്. സപ്ലൈകോയുടെ ചാലക്കുടി മാവേലി സ്റ്റോറിൽ നിന്ന് ഇന്നലെ ഉച്ചയ്ക്കാണ് ഇത്തരത്തിൽ ഈ മേലൂർ സ്വദേശിയായ റോയി ഈ കടല വാങ്ങുന്നത്. പിന്നീട് വീട്ടിലെത്തി ഇത് പരിശോധിക്കുന്ന സമയത്താണ്, ഈ പാക്കറ്റ് പൊട്ടിക്കുന്ന സമയത്ത് ഈ കടലയിലാകെ ചെള്ളായിരുന്നു. ഈ കടലയ്ക്കകത്ത് പോലും ചെള്ള് കയറിയിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ഇവരെ സമീപിക്കുകയും ചെയ്തു. മാവേലി സ്റ്റോറിൽ തന്നെ ഈ സാധനം തിരികെ കൊണ്ടുചെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഈ ചാക്കിന്റെ അടിയിലെ പാക്കറ്റുകളായിരുന്നു, ഇതുകൊണ്ട് അവസാന പാക്കറ്റുകളായിരുന്നു, അതാണ് ഇതിങ്ങനെ ചെള്ളു കയറാൻ കാരണമായത് എന്നുള്ളതാണ് പറയുന്നത്. തുടർന്ന് ഇദ്ദേഹത്തിന്റെ പരാതിയിൽ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം, സംസ്ഥാന ഈ ഭക്ഷ്യസുരക്ഷാ വിഭാഗം തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ മാവേലി സ്റ്റോറിന് നോട്ടീസ് നൽകി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും ഈ സംഭവത്തിൽ ഈ മുനിസിപ്പാലിറ്റിയുടെ ആരോഗ്യ വിഭാഗവും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും സാധാരണക്കാർക്ക് ഏറെ ആശ്രയമാകേണ്ട ഒരു ഇടത്തു നിന്നാണ് ഇത്തരത്തിൽ ഈ ഭക്ഷ്യയോഗ്യമല്ലാത്ത ഉൽപ്പന്നങ്ങൾ കിട്ടുന്നതെന്നുള്ളതാണ്. അത് ഈ കടലയുടെ കാര്യത്തിൽ മാത്രമല്ല, അല്ലാതെ മറ്റു ഉൽപ്പന്നങ്ങളും ഇത്തരത്തിൽ തന്നെയാണ് എന്നുള്ളതാണ് ഈ പരാതിക്കാരൻ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. ശരി, സൂരജ് സജിയാണ് വിവരങ്ങളുമായി ചേർന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കുള്ള മരുന്ന് വിതരണം ഉടൻ പുനരാരംഭിക്കില്ല. 8 മാസത്തെ കുടിശ്ശിക ലഭിക്കാതെ മരുന്ന് വിതരണം പുനരാരംഭിക്കാൻ കഴിയില്ല എന്ന് കളക്ടറുമായുള്ള ചർച്ചയിൽ വിതരണക്കാർ നിലപാടെടുത്തു. ഇത്രയും രൂക്ഷമായ സാഹചര്യത്തിൽ ഞങ്ങൾ വന്ന് കളക്ടറെ കണ്ടു. കളക്ടർ വളരെ അനുഭാവപൂർണ്ണമായ ഒരു നിലപാടാണ് സ്വീകരിച്ചത്. ഞങ്ങളുടെ വിഷമങ്ങളും കാര്യങ്ങളും എല്ലാം അദ്ദേഹത്തിന് മുൻകൂട്ടി തന്നെ അറിയാം. അദ്ദേഹത്തിന് ഈ വിഷയങ്ങളെല്ലാം അറിയാം. അതനുസരിച്ചും കൊണ്ടും ഈ വിഷയത്തിൻ്റെ ഗൗരവം ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ അതിശക്തമായി പെടുത്താമെന്നും മറ്റു നടപടികൾ കളക്ടർ എടുക്കാമെന്നുള്ളൊരു ഉറപ്പാണ് ഇപ്പം നമുക്ക് നൽകിയിട്ടുള്ളത്. ഒരു കാരണവശാലും മരുന്ന് വിതരണം ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയില്ലല്ലോ. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ തന്നെ കടത്തിൽ മുങ്ങി നിൽക്കുകയാണ്. ഞങ്ങളെല്ലാം അഡ്വാൻസ് പേയ്മെൻറ്റ് വാങ്ങിയിട്ടാണ് ഈ സാധനം കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ 8 മാസമായിട്ട് മരുന്ന് കിട്ടാതെ ഒരു മാനുഷിക മൂല്യങ്ങൾ ഉൾക്കൊള്ളുകൊണ്ട് കച്ചവടക്കാരെന്ന ഒരു മനുഷ്യനെന്ന രീതിയിലാണ് മനുഷ്യന്മാരെന്ന രീതിയിലാണ് ഞങ്ങൾ ഇതുവരെ ഈ സപ്ലൈ 8 മാസം പൈസ വാങ്ങാതെ കൊടുത്തിട്ടുള്ളത്. അഭിജിത്ത് മുഴക്കുന്നാണ് ചേരുന്നത് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. അഭിജിത്ത്, ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ സാധാരണക്കാർക്ക് കുറഞ്ഞ നിരക്കിൽ മരുന്ന് കിട്ടുന്ന സ്ഥലമാണ്. ജീവൻ രക്ഷാ മരുന്നുകൾ ഉൾപ്പെടെയുണ്ട്. അതൊക്കെ തന്നെ മുടങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടക്കുകയാണോ? തീർച്ചയായും സ്മിത, മെഡിക്കൽ കോളേജിൽ എത്തുന്ന രോഗികളുടെ ദുരിതത്തിന് പെട്ടെന്നൊന്നും ഒരു പരിഹാരം ഉണ്ടാകില്ല എന്നുള്ളതാണ് നിലവിൽ ഉറപ്പായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്പം മുൻപാണ് മരുന്ന് വിതരണക്കാർ കളക്ടറുമായി ചർച്ച നടത്തിയത്. പ്രധാന ഉദ്ദേശം ഇക്കാര്യങ്ങൾ, അതായത് മരുന്ന് വിതരണക്കാർ നേരിടുന്ന പ്രശ്നങ്ങൾ കളക്ടറെ ബോധിപ്പിക്കുക എന്നുള്ളതായിരുന്നു. കളക്ടറുമായുള്ള ചർച്ചയ്ക്ക് ശേഷം മരുന്ന് വിതരണക്കാർ പുറത്തു വന്നതിന് ശേഷം നമ്മളോട് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കളക്ടർ ഈ കാര്യങ്ങളൊക്കെ അനുഭാവപൂർവ്വം കേട്ടിട്ടുണ്ട്, ഇത് അധികാരികളെ അറിയിക്കാമെന്നുള്ള ഒരു ഉറപ്പ് കളക്ടറുടെ ഭാഗത്ത് നിന്ന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ വിഷയത്തിൽ കളക്ടർക്കുള്ള ഒരു നിസ്സഹായാവസ്ഥ കൂടി കളക്ടർ തങ്ങളോട് വ്യക്തമാക്കി എന്നുള്ളതാണ്. അതായത് ഏതാണ്ട് 8 മാസത്തേക്ക് 75 കോടിയോളം രൂപയാണ് ഈ മരുന്ന് വിതരണക്കാർക്ക് ലഭിക്കാനുള്ളത്. ഈ കുടിശ്ശിക ലഭിക്കാതെ മരുന്ന് വിതരണം പുനരാരംഭിക്കാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു ഇക്കാര്യത്തിൽ മരുന്ന് വിതരണക്കാരുടെ നിലപാട്. ആ നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുകയും ചെയ്യുകയാണ്. ഇതോടുകൂടി പ്രതിസന്ധിയിലായിരിക്കുന്നത്, പ്രശ്നം നേരിടുന്നത് പാവപ്പെട്ട രോഗികളാണ്. കാരണം
ഈ ക്യാൻസർ ചികിത്സയ്ക്കടക്കം ഈ മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്ന രോഗികളുണ്ട്. അവർക്ക് ലഭിക്കുന്ന പല പദ്ധതികൾ പ്രകാരം അവർക്ക് ലഭിക്കുന്ന മരുന്നുകളുണ്ട്. ഈ മരുന്ന് വിതരണം നിലച്ചതോടുകൂടി ഈ പല മരുന്നുകളും പുറമേ നിന്ന് വാങ്ങേണ്ട ഒരു ഗതികേടിലാണ് ഈ സാധാരണക്കാരായ രോഗികളുള്ളത്. കൂടാതെ ശസ്ത്രക്രിയ അടക്കം നിലയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത്യാവശ്യമല്ലാത്ത ശസ്ത്രക്രിയകൾ പലതും കഴിഞ്ഞ ദിവസങ്ങളിൽ നിർത്തിവച്ചിരുന്നു. ഇവർക്ക് ഇതിന് ഇനി ഡേറ്റ് നൽകിയിരിക്കുന്നത് ഏപ്രിൽ അവസാനത്തോടടുപ്പിച്ചാണ്. അത് ഈ ശസ്ത്രക്രിയ ചെയ്യേണ്ട രോഗികളെ വലിയ ആശങ്കയിലും ആഴ്ത്തുന്നുണ്ട്. ഏതായാലും ഇക്കാര്യത്തിൽ ഒരു അനുഭാവപൂർണമായ ഒരു നിലപാട്, ഒരു തീരുമാനം സർക്കാരിന്റെ ഭാഗത്തുനിന്നടക്കം ഉണ്ടാകേണ്ടതുണ്ട്. കാരണം കാരുണ്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 150 കോടിയോളം രൂപയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിന് നൽകാനുള്ളത്. ഈ പണം നൽകിയെങ്കിൽ മാത്രമേ മരുന്ന് വിതരണക്കാർക്ക് കൊടുക്കാനുള്ള തുക മെഡിക്കൽ കോളേജിന്റെ ഭാഗത്തുനിന്ന് കൊടുത്തു തീർക്കാനായി സാധിക്കൂ. ഏതായാലും നിലവിൽ ഒരാശങ്ക, ഒരു പ്രതിസന്ധി ഈ മരുന്ന് വിതരണവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിലനിൽക്കുന്നുണ്ട്. സ്മിത, ശരി. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്ന് വിതരണം പ്രതിസന്ധിയിലായിരിക്കുന്നു. ജില്ലാ കളക്ടറുമായി നടത്തിയ ചർച്ചയും പരാജയം. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ചേരുകയായിരുന്നു. പാകിസ്ഥാന് പുൽവാമ ആക്രമണത്തിൽ പങ്കില്ല എന്ന് പറഞ്ഞിട്ടില്ലെന്ന് ആന്റണി MP. സത്യപാൽ മാലിക്കിന്റെ വെളിപ്പെടുത്തലാണ് താൻ വിശദീകരിച്ചത്. അത് ഇനിയും പറയുമെന്നും രാജ്യദ്രോഹ കേസ് എടുക്കുന്നെങ്കിൽ എടുക്കട്ടെ എന്നും ആന്റണി MP. പുൽവാമയിൽ അന്നത്തെ കാശ്മീർ ഗവർണർ സത്യപാൽ മാലിക് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ കോട്ട് ചെയ്യുകയാണ് ചെയ്തത്. അദ്ദേഹത്തിനെതിരെ എന്തുകൊണ്ടാണ് ഈ സുരേന്ദ്രൻ രാജ്യദ്രോഹ കുറ്റം ആക്ഷേപിക്കുകയും അത് അവർക്കെതിരെ കേസെടുക്കുകയും ചെയ്യാത്തത്? ഈ മരിച്ചുപോയ ജവാന്മാരുടെ ഭാര്യമാർ, അവർ 42 പേർ, അവർ സത്യാഗ്രഹം വരുന്നു. ഇതേക്കുറിച്ച് നിഷ്പക്ഷമായൊരു അന്വേഷണം നടത്തി സത്യം പുറത്തു വരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവർ സത്യാഗ്രഹം വരുന്നു. അവർ രാജ്യദ്രോഹികളാണോ? അപ്പോൾ ഇങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങൾ അത് ജനങ്ങളോട് തുറന്നു പറയും. അതിന് ഏത് രാജ്യദ്രോഹ കുറ്റം ആരോപിച്ചാലും ഏത് നടപടിയെടുത്താലും അത് ധീരമായി അതിനെ നേരിടും. പുൽവാമ ആക്രമണത്തിൽ പാകിസ്ഥാന് പങ്കില്ലെന്ന ആന്റണി MP പരാമർശത്തിനെതിരെ ഡോക്ടർ TM തോമസ് ഐസക്. പുൽവാമ ആക്രമണത്തിന് ഉത്തരവാദി പാകിസ്ഥാൻ തന്നെയാണ്. ആക്രമണം ഉണ്ടാകുമെന്നറിഞ്ഞിട്ടും കേന്ദ്ര സർക്കാർ തടഞ്ഞില്ല എന്നും ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞു. CAA, NIA ബില്ലുകളെ കോൺഗ്രസ് അനുകൂലിച്ചു എന്നും തോമസ് ഐസക് വിമർശിച്ചു. ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഇത് അദ്ദേഹം ആന്റണി MP ഒരു പരാമർശം, അത് പിന്നീട് വലിയ വിവാദമാകുന്നു, ചർച്ചയാകുന്നു. ഇപ്പോൾ ഡോക്ടർ തോമസ് ഐസക് അതിന് മറ്റൊരു വാദം കൂടി പറയുന്നു. പാകിസ്ഥാന് പങ്ക് ഉണ്ട്, പാകിസ്ഥാൻ തന്നെയാണ് ഉത്തരവാദി, പക്ഷേ കേന്ദ്ര സർക്കാർ ഒന്നും ചെയ്തില്ല എന്നുള്ള രീതിയിൽ മറ്റൊരു വാദം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വരുന്നു. അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ പറഞ്ഞ കാര്യം കൃത്യമായ രീതിയിൽ അദ്ദേഹം പറഞ്ഞത് പാകിസ്ഥാൻ ഈ വിഷയത്തിൽ പങ്കില്ല, പാകിസ്ഥാൻ എന്ത് പങ്ക് എന്നായിരുന്നു ചോദിച്ചിരുന്നത്. പക്ഷേ അത് മാധ്യമങ്ങൾ വളച്ചൊടിച്ചതാണ് എന്ന് വിശദീകരിച്ച ആന്റണി. പക്ഷേ താൻ സത്യപാൽ മാലിക്കിന്റെ പരാമർശമാണ് താൻ സൂചിപ്പിച്ചത്. അത് എന്തുകൊണ്ട് സുരേന്ദ്രൻ സത്യപാൽ മാലിക്കിനെതിരെ ഒന്നും പറയുന്നില്ല, അവർക്കെതിരെ രാജ്യദ്രോഹ കേസെടുക്കണമെന്ന് ആവശ്യപ്പെടുന്നില്ല എന്നാണ് തിരിച്ചു ചോദിക്കുന്നത്. 42 ജവാന്മാരുടെ ജീവനാണ് ബലി കൊടുത്തത്. അവർ സത്യാഗ്രഹം വരെ, അവരുടെ കുടുംബാംഗങ്ങൾ സത്യാഗ്രഹം വരെ ഇരുന്നതാണ്. ആ വിഷയത്തിൽ ഇനിയും ആ നിലപാടിൽ ഉറച്ചു നിൽക്കുമെന്ന് ആന്റണി MP പറഞ്ഞു വെക്കുന്നു. ഇത് കൂടാതെ അദ്ദേഹം പ്രധാനമായും പറഞ്ഞത് അങ്ങനെ ഒരു കേസ് വരികയാണെങ്കിൽ കേസ് വരട്ടെ, അപ്പോൾ നമുക്ക് നോക്കാം. ഈ നിലപാടിൽ നിന്നും താൻ പിന്നോട്ടില്ല. താൻ ഉന്നയിച്ചത് സത്യപാൽ മാലിക്കിന്റെ വാദങ്ങളാണെന്നാണ്. പക്ഷേ ഇതിനെ പൂർണ്ണമായി തള്ളുകയാണ് ഇടതു സ്ഥാനാർത്ഥി ഡോക്ടർ TM തോമസ് ഐസക്. അദ്ദേഹം പറഞ്ഞത് പാകിസ്ഥാന് പങ്കില്ല എന്ന് പറയുന്ന വാദം ശരിയല്ല, പാകിസ്ഥാൻ തന്നെയാണ് ആ ആക്രമണത്തിന് മുന്നിൽ. പക്ഷേ കേന്ദ്ര സർക്കാരിന് കൃത്യമായ സുരക്ഷാ വീഴ്ചയുണ്ടായി. ഈ ഒരു പ്രദേശത്ത് പുൽവാമയിൽ ആക്രമണം ഉണ്ടാകുമെന്ന് മുൻകൂട്ടി അറിഞ്ഞിട്ടും, സാധ്യതയുണ്ടെന്ന് മുൻകൂട്ടി അറിഞ്ഞിട്ടും ജവാന്മാരുടെ ജീവന് വില കൊടുത്തില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. എന്തായാലും ഇതൊരു രാഷ്ട്രീയ ആരോപണമായി, പ്രത്യാരോപണങ്ങളായി പടർന്നു പിടിക്കുകയാണ്. യുവമോർച്ച എന്തായാലും ആന്റണിയുടെ കോലം കത്തിക്കൽ അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് കടന്നിട്ടുണ്ട്, പ്രതിഷേധങ്ങളിലേക്ക് കടന്നിട്ടുണ്ട്. വരും മണിക്കൂറുകളിലും ഈ വിഷയത്തിൽ കൂടുതൽ രാഷ്ട്രീയ പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സ്മിത, ശരി. ശ്രീജിത്ത് ശ്രീകുമാരനാണ് വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്നും ചേർന്നത്. കർഷകർക്കായി തെരഞ്ഞെടുപ്പ് വാഗ്ദാനവുമായി കോൺഗ്രസ്. കർഷക ന്യായ പ്രഖ്യാപനവുമായി രാഹുൽ ഗാന്ധി. താങ്ങുവില ഉറപ്പാക്കാൻ പ്രത്യേക നിയമം കൊണ്ടുവരും. സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കും. കർഷകരെ GSTയിൽ നിന്ന് ഒഴിവാക്കും എന്നിവയാണ് വാഗ്ദാനങ്ങൾ. ശ്രീനാഥ് ചന്ദ്രൻ ചേരുന്നുണ്ട് മുംബൈയിൽ നിന്ന് വിവരങ്ങളുമായി. ശ്രീനാഥ്, ഇന്നലെ വനിതകൾക്കായുള്ള സംവരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരുന്നു. ഇന്നിപ്പോൾ കർഷകർക്ക് അനുകൂലമായ അല്ലെങ്കിൽ കർഷകർക്ക് കൂടുതൽ ഗുണകരമായ വാഗ്ദാനങ്ങളിലേക്ക് കടക്കുന്നു കോൺഗ്രസ്. തീർച്ചയായും നേരത്തെ നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി എന്ന മുദ്രാവാക്യം ഉയർത്തി BJP തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നുണ്ട്. അതിനൊരു മറുപടി എന്നോണമാണ് കോൺഗ്രസ്
കോൺഗ്രസിന്റെ ഗ്യാരണ്ടികൾ ഓരോന്നായി ഓരോ ദിവസവും പ്രഖ്യാപിക്കുന്നു. ഇന്നിപ്പോൾ കർഷകർക്കുള്ള ഗ്യാരണ്ടികളാണ് പ്രഖ്യാപിച്ചത്. സൂചിപ്പിച്ച പോലെ താങ്ങുവില ഉറപ്പാക്കാൻ പ്രത്യേക നിയമം തന്നെ കൊണ്ടുവരുമെന്ന് പറയുന്നു. സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ടുകൾ, ശുപാർശകൾ അത് നടപ്പാക്കും. കാർഷിക കടം എഴുതിത്തള്ളാൻ വേണ്ടി പ്രത്യേക ഒരു കമ്മീഷൻ തന്നെ നിലവിൽ വരും. വിളനാശത്തിനുള്ള നഷ്ടപരിഹാരം അത് 30 ദിവസത്തിനുള്ളിൽ അക്കൗണ്ടിലേക്ക് എത്തുന്ന തരത്തിൽ ഫസൽ ഭീമ യോജന പുനഃക്രമീകരിക്കും. ഒപ്പം ഇറക്കുമതി നയത്തിൽ ഇറക്കുമതി കയറ്റുമതി നയരൂപീകരണത്തിൽ അതിൽ കർഷകന്റെ കൂടി അഭിപ്രായങ്ങൾ തേടി മാത്രമേ അത് ചെയ്യൂ. ഒപ്പം തന്നെ നികുതി ഭാരം കർഷകരിലേക്ക് എത്താതിരിക്കാൻ GST നിന്ന് കർഷകരെ ഒഴിവാക്കും എന്നതാണ് 5 വാഗ്ദാനങ്ങൾ, പ്രഖ്യാപനങ്ങൾ. ശരി, ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.